ഡിയോ കുറഞ്ഞ വിലയുടെ ഡിയോ ഉണ്ട്, 30,000 രൂപയുടെ ഡിയോ 2014 ഉണ്ട്. പിന്നെ പാഷൻ പ്രോ ഏകദേശം ഒരു 10 രൂപയുടെ പാഷൻ പ്രോ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ പ്ലഷർ പ്ലസ്, പുതിയ മോഡൽ പ്ലഷർ പ്ലസ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഗ്ലാമർ, കുറച്ച് സർവീസ് വർക്ക് ഉള്ള ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. ഈ ഗ്ലാമറൊക്കെ ഏകദേശം ഒരു 15 സർവീസ് ചെയ്തിട്ട്. അതെ. അതേപോലെ തന്നെ HF ഡീലക്സ് ഉണ്ട്, ഏകദേശം 20,000 രൂപ വരുന്ന 2013 മോഡൽ HF ഡീലക്സ് 20,000 നല്ല വണ്ടി. പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടി സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കിട്ടില്ല വണ്ടിയാ. സർവീസ് ചെയ്യാനുണ്ട്. നമ്മൾ നേരിട്ട് വരുമ്പോൾ വണ്ടി കുറച്ചുകൂടെ കണ്ടീഷൻ ആയിരിക്കും. സർവീസ് ചെയ്യാനുള്ള വണ്ടിയാണ്, സെയിലുള്ള വണ്ടിയാണ്. അതെ. അപ്പൊ ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.20 കൊടുക്കാം. കാർബേറ്റർ വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പാണ് എറണാകുളത്ത്. യൂസ്ഡ് ബൈക്കിന്റെ ഷോപ്പാണ് ഇത്. മെട്രോയുടെ പില്ലർ നമ്പർ 550, എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന് അടുത്ത് തന്നെ, ടൗണിൽ തന്നെ. ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്, ഒരുപാട് ടൂ വീലറുകളുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത. കാസർഗോഡ് ലോൺ കിട്ടും, കാസർഗോഡ് ലോൺ കിട്ടും, ഇടുക്കിയിൽ ലോൺ കിട്ടും. കേരളത്തിൽ എവിടെയും നമുക്ക് ലോൺ കിട്ടും. കാസർഗോഡ് ഇടുക്കിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഡോക്യുമെന്റേഷൻ കൂടുതലാണെന്ന് മാത്രം. നമുക്ക് ഇവിടെ പരിസരത്തൊക്കെ ആണെങ്കിൽ മറ്റേ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്, പാലക്കാട് മുതൽ എല്ലാ സ്ഥലങ്ങളിലും, പാലക്കാട്, പിന്നെ ഇടുക്കി, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, അങ്ങനെയുള്ള കാര്യം മതി. ഇടുക്കി ജില്ലയിലാണെങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും വണ്ടികൾ നമുക്ക് ലോണിലൂടെ വണ്ടി കിട്ടും. ഏകദേശം നമുക്കൊരു 5,000-10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 60,000-70,000 രൂപയ്ക്ക് മുതൽ വണ്ടി അവൈലബിൾ ആണ്. ലോണിലൂടെ 5,000 രൂപയുടെ വണ്ടിയല്ല, 5,000 രൂപ ആദ്യം അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണിലൂടെ നമുക്ക് വണ്ടി എടുക്കാം. 5,000 കിലോമീറ്റർ ഓടി പ്ലാറ്റിന, 5,000 കിലോമീറ്റർ ഓടിയുള്ള ഈ വണ്ടിയുടെ പ്രത്യേകത ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ABS ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അതേപോലെ തന്നെ ABS വരുന്ന ഈ വണ്ടി പ്ലാറ്റിന വരെ നമുക്ക് വെറും 2023 വണ്ടിയാണ്. വെറും 75,000 രൂപയാണ് വില വരുന്നത്. വെറും 10 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കി കൊടുക്കാം. അന്ന് തന്നെ കൊണ്ടുപോയി ചെയ്യാം. അപ്പൊ അന്ന് തന്നെ കൊണ്ടുപോയി ചെയ്യാം. ഓക്കെ നാസർക്ക്, അപ്പൊ നമുക്ക് കസ്റ്റമറോട് പറയാനുള്ളത് വണ്ടികളുടെ ഗ്യാരണ്ടി, നിങ്ങൾക്ക് ആരെയൊക്കെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് വണ്ടി എടുക്കണം? നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടുവരാൻ പറ്റുമോ ഷോപ്പില്? നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി 100% നിങ്ങൾക്ക് വന്ന് വണ്ടി ഓടിച്ച് നോക്കി നമുക്ക് ഏതെങ്കിലും മെക്കാനിക്കിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ കാണിച്ച് പൂർണ്ണമായ വിശ്വാസം വന്നതിന് ശേഷം വണ്ടി എടുത്താൽ മതി. കാരണം നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ മാറ്റി കൊടുക്കൂല. നമുക്ക് വണ്ടി എടുത്തുകൊണ്ടേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോണായിട്ടാണ് പലതരം വണ്ടി എടുക്കുന്നത്. വണ്ടി ലോണായിട്ട് എടുത്തു കഴിഞ്ഞ് ലോണൊക്കെ അപ്രൂവൽ ആയി കഴിഞ്ഞ് ഫണ്ടും വന്നു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി മാറ്റിയെടുക്കല് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് വണ്ടി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. ഹോണ്ട ഷൈൻ ആണ്, 2014 മോഡൽ ഹോണ്ട ഷൈൻ ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വെറും 28,000 രൂപയ്ക്ക് നമുക്ക് ആ ഷൈൻ കൊടുക്കാൻ പറ്റും. 28,000 രൂപയ്ക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ല കണ്ടീഷനാണ്. വലിയ ഇഞ്ചിനും കാര്യങ്ങൾക്കൊന്നും കംപ്ലൈന്റ് ഇല്ല. നമുക്ക് പറയാം നമ്മുടെ അടുത്ത് എടുക്കൊണ്ടാണ് വണ്ടി ഇഞ്ചിന്റെ പ്രോബ്ലം, സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക്, ആ 3 ഭാഗങ്ങളിൽ 1 മാസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഷോപ്പിൽ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിൽ ഇഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക്, അത് കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വണ്ടിയാണെങ്കിൽ പ്രോബ്ലം ഉള്ളതാണെന്ന് പറയും. ഇനിയിപ്പോൾ എനി ചാൻസ് പ്രോബ്ലം ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു അബദ്ധം പറ്റിയാൽ നമുക്കത് പരിഹാരം ഉണ്ടാക്കാം. പിന്നെ 220 2018 220 വെറും 65,000 രൂപയാണ് നമുക്ക് ചോദിക്കുന്ന വില. ലോണൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് എടുക്കാം. പിന്നെ യമഹയുടെ FZ 2015 വണ്ടിയാണ്, 38,000 രൂപ കൊടുക്കാം. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്, 38,000 രൂപ. വീണ്ടും 220 2016 220 ആണ്, 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. പ്ലാറ്റിനം നമ്മൾ പറഞ്ഞു 2023 വണ്ടിയാണ്. ഏകദേശം 10 രൂപ അടച്ച വണ്ടി എടുക്കാം. ഷോറൂമിൽ 5,000 കിലോമീറ്റർ മാത്രമേ. പിന്നെ വീണ്ടും പ്ലാറ്റിന 2022 വണ്ടിയാണ്. നമുക്കൊരു 60,000 രൂപ കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇതിന് നമുക്കൊരു 10 രൂപ ഒക്കെ അടച്ചാൽ മതി. പിന്നെ 2018 വണ്ടി, ഇത് 2018 ഈ പ്ലാറ്റിന നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. 38,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി തന്നെയാണ്. 38,000 രൂപ 38,000 രൂപ 2019 വണ്ടി. 2019 വണ്ടി 38,000 രൂപ, 5,000 രൂപ അടച്ചാൽ ഇറക്കുകയും ചെയ്യാം. പിന്നെ പ്ലാറ്റിന 2021 പ്ലാറ്റിന നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, 5,000 രൂപ അടച്ചാൽ ഇറക്കാം. അതേപോലെ തന്നെ അടുത്ത പ്ലാറ്റിന 2019 മോഡലാണ്. നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. 40,000. അതെ, ഒരു 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ലോൺ എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടുന്നത് സിവിൽ സ്കോർ ഉണ്ടാവണം. ലോണിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് എന്തെങ്കിലും പെൻഡിങ്ങോ കാര്യങ്ങളോ വന്നാൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ സ്കോർ ഇല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ പേരിൽ ആരെങ്കിലും സ്കോർ ഉള്ള ഒരാളുടെ പേരിൽ എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു 2023 പ്ലാറ്റിന ഇതാണെങ്കിൽ നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, സാധാരണ വണ്ടിയാണ്.
പിന്നെ വരുന്നത് CT 110X ആണ്. CT 110X 2022 വണ്ടികളാണ്. 1, 2, അതേപോലെ 3, 4, ഇത് മാത്രം 2021 വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഒരു 55,000 രൂപ വില വരുള്ളൂ. ഒരു 5 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇതോട്ട് നമുക്ക് എടുക്കാം. ഈ 21-ന് 51,000 രൂപ ഉള്ള 55,000 രൂപ. 55,000. അപ്പൊ അതിന്റെ 21-ന്റെ 55,000 രൂപ 5,000 രൂപ അടച്ചാൽ മതി. ബാക്കിയൊക്കെ 22 മോഡലാണ്. 22 മോഡല് നമ്മൾ പറഞ്ഞു. ഏകദേശം നമ്മുടെ കയ്യിൽ CT 110X ഏകദേശം 10 എണ്ണത്തോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ എണ്ണിയിരുന്നു 10 വണ്ടിയോളം. 10 വണ്ടികൾ 22 തന്നെ. അതെ, 22 ഏകദേശം 62,000 രൂപയാണ്. 60,000 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. ഏകദേശം ഒരു 6,000, 7,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. പിന്നെ NS ആണ് 2019 വണ്ടിയാണ്. 2018-19 വണ്ടിയാണ്. ABS ഉള്ള വണ്ടിയാണ്. നമുക്ക് വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അടുത്ത് 2018 വണ്ടിയാണ്. ഏകദേശം ഒരു 80,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ നമ്മുടെ കയ്യില് ബജാജിന്റെ F250 NSന്റെ തന്നെ വേറൊരു മോഡലാണ്. 250cc വണ്ടിയാണ്. വെറും 85,000 രൂപയ്ക്ക് നമുക്ക് ഈ പുതുപുത്തൻ വണ്ടി കൊടുക്കാം. 85,000 രൂപയ്ക്ക് നമുക്ക് ഈ പുതുപുത്തൻ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി. 250cc ഉണ്ട്. അതെ, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് യമഹയുടെ വണ്ടികളിലിട്ട് വരാം. യമഹയുടെ വണ്ടി FZX എന്ന് പറഞ്ഞ മോഡലാണ്. 2021 മോഡലാണ്. വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 80,000 രൂപ ഉള്ളൂ. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അടുത്ത് വരുന്നത് വീണ്ടും FZX 2021 വണ്ടി. 80,000 രൂപയാണ് വിലയുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 10,000 രൂപ അടച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ R15 2019 ABS ഉള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് V3 അല്ലേ? V3 R15 V3 ആണ്. പിന്നെ ഒരു 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും. 20,000 ഉറപ്പായിട്ട് കിട്ടും. അത് 2022 വണ്ടിയാണ്. 2022 ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം വില 1,45 കൊടുക്കാം. 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. ABS കാര്യങ്ങളുള്ള നല്ല വൃത്തിയുള്ള ബ്ലാക്ക് വണ്ടിയാണ്. അതിന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ എക്സ്പൾസിന്റെ റാലി എഡിഷൻ 2022 മോഡലാണ്. വെറും 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വണ്ടി പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു എന്തോ ഒന്ന് മറിഞ്ഞു വീണിട്ടുണ്ട്. അതിൻ്റെതായ ഒരു അപാകതകൾ നമ്മൾ വണ്ടി കാണാൻ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. വലിയ അതിൽ ബോഡിയിൽ കാഴ്ചയ്ക്കൊന്നുമില്ല. നമ്മൾ ആ വിവരം പറഞ്ഞു എന്നുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,35,000 രൂപയ്ക്ക് എക്സ്പൾസ് റാലി കൊടുക്കാം. ഇത് കണ്ടോണ്ട് ഞാൻ പറയണേ, നിങ്ങളെ യൂട്യൂബിൽ ജസ്റ്റ് ബൈക്ക് മാർട്ട് അടിച്ചാൽ മതി. ഇപ്പൊ #, റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക്. അതെ, കാരണം ബൈക്ക് മാർട്ട് അടിച്ചാൽ തന്നെ ഇവരുടെ വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബൈക്ക് മാർട്ട് കൊച്ചിയിൽ നിന്ന് അടിച്ചാൽ പിന്നെ ഷുവർ ആയിട്ടും വരും. പിന്നെ അതേപോലെ തന്നെ റേറ്റ് 1,35,000 രൂപ. ഏകദേശം 30,000 രൂപ അടച്ചാൽ ലോണായിട്ട് കിട്ടും. റാലി എഡിഷൻ ആണ്. ഇത് ഇലക്ട്ര ആണ്. 2016 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് 15 കൊടുക്കാം. നമുക്കൊരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകാം. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ വരുന്നത് മൈലേജ് വണ്ടികൾ. സ്പ്ലെൻഡർ തന്നെ 3 സ്പ്ലെൻഡർ ഉണ്ട്. ഇത് 2019 കാർബേറ്റർ ഉള്ള മോഡൽ വണ്ടി. 55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ വരുന്നത് 2022 മോഡല് ബുള്ളറ്റ് ആണ്. 2022 മോഡല് സ്പ്ലെൻഡർ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 65,000 രൂപ. ഇതും 2022 ആണ്. 65,000 രൂപ. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ പാഷൻ 2011 പാഷൻ പ്രോ. ഇത് സെൽഫുള്ള മോഡലാണോ? സെൽഫുള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് സെൽഫ് അടിച്ച് കാണിച്ചു കൊടുക്കാം. സെറ്റ് പക്ക നീറ്റ് ലുക്കിലാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനാകെ 20,000 ഉള്ളൂ. വെറും 20,000 രൂപയ്ക്ക്. ഈ ടയറും നല്ലതാണ്. വണ്ടി ഓവറോൾ ബോഡി സെൽഫ് വർക്കിംഗ്, ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി. ഡിസ്ക് ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ 2000 ഗ്ലാമർ ലോൺ കിട്ടോ? അതിന് ലോൺ കിട്ടില്ല. 2015 ശേഷം വരുന്ന വണ്ടികൾക്ക് മാത്രമാണ് ലോൺ കിട്ടുന്നത്. പിന്നെ വരുന്നത് ഗ്ലാമർ ആണ്. ഗ്ലാമർ 2018 മോഡലാണ്. 2018 മോഡൽ സാധാരണ കാർബേറ്റർ ഗ്ലാമറിന് നമുക്ക് വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ. ടയർ മൊട്ടയാണ്. ടയർ നമ്മൾ പുതിയ ടയർ ഇട്ട് കൊടുക്കും. ടയർ മൊട്ടയാണെങ്കിൽ പുതിയ എക്സ്ട്രാ പൈസ മേടിക്കൂല. ഇല്ല. 2012 മോഡൽ യൂണിക്കോൺ. 2012 മോഡൽ യൂണിക്കോൺ നമുക്ക് വെറും 28,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ യമഹയുടെ ഫേസർ 2 ഇരിക്കുന്നുണ്ട്. ഏകദേശം 25 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നമുക്ക് രണ്ടിനും സെയിം റേറ്റ് തന്നെ. 2-ന് 25 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും. നേരിട്ട് വന്നാൽ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ 2010 മോഡല് യൂണിക്കോൺ ആണ്. വെറും 18,000 രൂപയ്ക്ക് കൊടുക്കാം. യൂണിക്കോൺ 2010 18,000 രൂപ വിലയുള്ളൂ. നല്ല വീലുണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. നല്ല വണ്ടി.
അതേപോലെ തന്നെ 2018 മോഡൽ യൂണിക്കോൺ ആണ്. നമുക്ക് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. 60,000 രൂപയ്ക്ക് യൂണിക്കോൺ കൊടുക്കാം. അതിന്റെ മൊട്ട ടയർ മാറ്റിയിട്ട് കൊടുക്കുള്ളൂ. അതേപോലെ ഇത് 2011 ടയർ മുട്ടയാണ്, പുതിയ ടയർ ഇട്ട് കൊടുക്കാം. നമുക്ക് 25,000 രൂപയ്ക്ക് യൂണിക്കോൺ കൊടുക്കാം. വീണ്ടും ഗ്ലാമർ. ഇത് 2000 ഹീറോ ഗ്ലാമർ ആണ്. ഡിസ്ക് ബ്രേക്ക് ഉള്ള 2018 വണ്ടിയാണ്. 45,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. അതേപോലെ തന്നെ ഇനിയാണ് സ്കൂട്ടറുകളുടെ വൺ കളക്ഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ സ്കൂട്ടർ 2014 സ്കൂട്ടർ 27,000 രൂപയ്ക്ക് ആക്റ്റീവ 125 കൊടുക്കാം. 27,000 രൂപ. അതേപോലെ 2021 ടി വി എസിന്റെ ജുപ്പിറ്റർ ആണ്. നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ് ടി വി എസിന്റെ ജുപ്പിറ്റർ. അതേപോലെ തന്നെ ടി വി എസിന്റെ ജുപ്പിറ്റർ നല്ല വണ്ടി തന്നെയാണ്. 2021 മോഡലാണ്. 2023 മോഡൽ വണ്ടി 65,000 രൂപ. ജുപ്പിറ്റർ നമ്മുടെ കയ്യിൽ 3 ഉണ്ട്. ഇത് 2022 വണ്ടിയാണ്. ഇതാകുമ്പോൾ നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2016 ആക്റ്റീവ 38,000 രൂപ. അതുപോലെ ഹീറോയുടെ ഡ്യൂറ്റി 28,000 രൂപ. ഇതൊക്കെ ലോൺ കിട്ടും. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. ഈ വണ്ടി സ്കൂട്ടികളൊക്കെ ഒരുവിധപ്പെട്ട സ്കൂട്ടികളൊക്കെ 5,000 സാധനം കിട്ടും ചില വണ്ടിക്ക് വേണ്ടി. അതേപോലെ തന്നെ 2016 മോഡൽ റേസ് R നമുക്കൊരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. പുത്തൻ ടയർ, കട്ട ടയറല്ല, പുത്തൻ ടയർ. അതേപോലെ തന്നെ സ്കൂട്ടി 2009 സ്കൂട്ടിയാണ്. 2009 സ്കൂട്ടിക്ക് നമുക്ക് ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2022 മോഡൽ 2021 മോഡൽ സ്കൂട്ടി പെപ്പാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 42,000 രൂപയ്ക്ക് കൊടുക്കാം. 42. പിന്നെ അപ്രിലയുടെ വൺ കളക്ഷൻ തന്നെയുണ്ട്. അപ്രില ആണെങ്കിൽ 2018 വണ്ടിയാണ്. 2018 അപ്രില നമുക്ക് കൊടുക്കാം. അതെ, നമുക്കൊരു 40,000 രൂപ വില വെച്ച് കൊടുക്കാം. 40,000 രൂപ വെച്ച് ഇതിന് 5,000 സാധനം കിട്ടും. 5,000 രൂപ വെച്ചാൽ അപ്രില കിട്ടും. പിന്നെ ആക്സസ് ആണ്. 2019 ആക്സസ് 55,000 രൂപ. 5,000 രൂപ അടച്ചാൽ കിട്ടും. ഇതും 55,000 രൂപ. നല്ല വണ്ടി തന്നെയാണ്. പിന്നെ റേസ് R, എമയുടെ റേസ് R 2020 മോഡൽ വണ്ടി നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2021 മോഡലാണ് ഫാസിനോ. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഫാസിനോ 2019 മോഡൽ ഫാസിനോയാണ്. നല്ല വണ്ടി. 2019 ഫാസിനോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഈ ഫാസിനോ ആണെങ്കിൽ നമുക്കൊരു 40,000 രൂപ താഴെ 38,000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ അടച്ച് ഇറക്കി കൊടുക്കാം. അതേപോലെ തന്നെ മാസ്ട്രോ 2018 മോഡലാണ്. 2018 മോഡൽ മാസ്ട്രോ നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നമുക്കൊരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ മാസ്ട്രോ 32,000 രൂപ. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ഡിയോ 2021 മോഡൽ ഡിയോ 65,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 മോഡൽ ഡിയോ 70,000 രൂപയാണ്. ഇതൊക്കെ നമുക്കൊരു 10 രൂപ അടച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻഡോർക്കിന്റെ വൺ കളക്ഷൻ ആണ്. 2021 മോഡൽ എൻഡോർക്കാണ്. 2021 മോഡൽ എൻഡോർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും നല്ല വണ്ടിയാണ്. റേസ് എഡിഷൻ ആണ്. അതേപോലെ തന്നെ അലോയ് ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള പുതിയ മോഡൽ ഹെഡ്ലൈറ്റ് വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നിസ്സാര വിലയ്ക്ക് കൊടുക്കാം. വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപ. 2022 വണ്ടി 82,000 രൂപ. 2022 വണ്ടി 82,000 രൂപ. ഈ വണ്ടിയാണെങ്കിൽ 2019 വണ്ടിയാണ്. 2019 നേരിട്ട് വന്ന് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാകും. നമ്മളെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ചോദിക്കുന്ന വില ഈ വീഡിയോയിൽ പറയുന്ന വില ആയിരിക്കില്ല, ഉറപ്പാണ്. ഈ വീഡിയോയിൽ വില പറയുന്ന വിലയാണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇന്ന വില എന്ന് പറഞ്ഞിട്ട് വന്നേക്കണോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വിലക്ക് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിലക്ക് തരും. കാരണം നമ്മളിവിടെ ചോദിക്കുന്ന ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വീഡിയോയിൽ വേണ്ടി മാത്രം വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫറാണ്. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന വില അല്ല എന്നുള്ളതല്ല. വീഡിയോയിൽ പറയുന്ന വില അല്ല എന്തായാലും ഇവിടെ വരുമ്പോ പറയണേ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്ന വില ഇവിടെ ഞാൻ പറഞ്ഞ ഒരുപാട് ജോലിക്കാരുണ്ട്. അപ്പൊ നാസർഖാനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വില പറഞ്ഞു തരാം. വില നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ വിലയോ അതിനകത്ത് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടാൽ മതി, നമുക്ക് ചെയ്തുതരാം. പിന്നെ അത് 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ വണ്ടിയാണെങ്കിലും നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2021 മോഡലാണ്. 78,000 രൂപ ഉള്ളൂ. ഇതെല്ലാം റേസ് എഡിഷൻ മാത്രമാണ്. ഈ വണ്ടിയുടെ വില മാത്രം നമ്മൾ പറഞ്ഞില്ല. വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 മോഡല് എൻഡോർക്ക് 50,000 രൂപ. 5,000 രൂപ അടച്ചാൽ ഇറക്കി കൊണ്ടാവും. പിന്നെ അതേ വരിക്കുന്നു അവനീസ് 2023 അവനീസ് ആണ്. നമുക്ക് 80,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ 2022 എൻഡോർക്ക് ഏറ്റവും കൂടിയ മോഡൽ, നല്ല ക്ലീൻ വണ്ടി. മൈലേജ് കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടെന്ന് തോന്നുന്നു അവനീസിന്. എന്താണെന്നെങ്കിലും വണ്ടി ഇത് ആകുമ്പോൾ സുസുക്കിയുടെ വണ്ടി, മറ്റേ ടി വി എസിന്റെ വണ്ടിയാണ്.
രണ്ടും ഒരു എഞ്ചിൻ കരുത്ത് രണ്ടിനും സെയിം തന്നെയായിരിക്കും. പിന്നെ വരുന്നത് 2022 മോഡൽ നമ്മൾ പറഞ്ഞു ഏകദേശം 82,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വെസ്പ ഇരിപ്പുണ്ട്, വെറും 40,000 രൂപ ഉള്ളൂ. 2017 മോഡല് 40,000 രൂപയ്ക്ക് നമുക്ക് ഈ വെസ്പ കൊടുക്കാം. വെറും കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി തന്നെയാണ്. അപ്പൊ കിടില ലുക്കാണ്. ലേഡീസിനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കല്ലേ. 40 രൂപ വെറും 40,000 രൂപ കൊടുക്കാം. വെറും 10 രൂപ 5 രൂപ അടച്ചു കഴിഞ്ഞാലും ലോൺ ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ബൈക്ക് മാർട്ടിന്റെ കുറച്ചും കൂടെ സ്പോർട്ടി പ്രീമിയം വണ്ടികൾ ഇവിടെ ഉണ്ട്. റൈഡർ, ടി വി എസിന്റെ റൈഡർ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 55,000 രൂപ കൊടുക്കാം. 2022 വണ്ടിയാണ്. ഹോണ്ടയുടെ ഹോർണറ്റിന്റെ 300 cc 300 cc വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇവർ 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 തോന്നുന്നു. 2022 23 കറക്റ്റ് മോഡൽ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടിയാണ്. ഹോർണറ്റിന്റെ 300 cc വണ്ടിയാണ്. നമുക്ക് 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോണും കിട്ടും. ഏകദേശം 1 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 40,000 രൂപ അടച്ചാൽ മതിയല്ലോ. പിന്നെ അതേ ഇരിക്കണോ ഡൊമിനാറിന്റെ ഗ്രീൻ കളർ 2020 മോഡല്. പിന്നെ കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിനകത്ത് വെച്ചാൽ മെയിൻ മീറ്റർ വർക്കിംഗ് ആണ്. പിന്നെ ഷോർട്ട് മീറ്ററിൽ എന്തോ വാട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്തോ ഷോർട്ട് ഉണ്ട്. വേറെ ബാക്കിയൊക്കെ നല്ല കണ്ടീഷനാണ്. നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. കിടിലം വണ്ടി അല്ലേ? ഡൊമിനാറിന്റെ 400 1,40,000 രൂപ. പിന്നെ 2023 വണ്ടിയാ. 2023 R15 22 മോഡൽ 23 രജിസ്ട്രേഷനിലുള്ള R15 26,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,60,000 രൂപയാണ് ചോദിക്കുന്ന വില. വണ്ടി പക്ക കണ്ടീഷൻ വണ്ടി. പിന്നെ അതേ വരുന്നു 2021 മോഡൽ വണ്ടി. 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാം. കിട്ടിയോ? പിന്നെ വരുന്നത് CBR ആണ്. CBR 2015 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ടയർ ഫ്രണ്ടിലെ ടയർ മാറ്റി 65,000 രൂപയ്ക്ക് എടുക്കാം. ഫ്രണ്ടിലെ ടയർ മോശമാണ്. പിന്നെ ലോൺ കിട്ടും. ഏകദേശം നമ്മളൊരു 25,000 രൂപ അടച്ചാൽ ലോൺ കിട്ടും. വണ്ടിയുടെ വില 65,000 രൂപ. പിന്നെ MT-15 ബ്ലാക്ക് കളർ 2023 വണ്ടിയാണ്. പുതിയ മോഡൽ വണ്ടിയാണ്. പുതിയ മോഡൽ ഫോർക്ക് വരുന്ന വണ്ടിയാണ്. നമുക്ക് ഏകദേശം 1,60,500 രൂപ കൊടുക്കാം. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. അടുത്ത് 2021 മോഡൽ വണ്ടിയാണ്. ഇത് ഗ്രീൻ കളർ, ഗ്രേ കളർ ടാങ്ക് വൈറ്റ് കളർ വൈറ്റ് ഗ്രേ. അപ്പൊ ഈ മോഡൽ 2021 മോഡലാണ്. നമുക്ക് 1,30,500 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ തണ്ടർബേർഡ് വെറും 10,000 കിലോമീറ്റർ ഓടി ഷോറൂം കണ്ടീഷൻ. ആദ്യം 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ഷോറൂം വന്ന കമ്പനി അതേ വന്ന ടയറാണ്. ആ കമ്പനിയിൽ നിന്ന് വന്ന അതേ ടയറാണ്. 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി പക്ക കണ്ടീഷനാണ്. പിന്നെ എബിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഓഫറും കൊടുക്കാം. ഹിമാലയൻ 2018 ഹിമാലയനാണ്. 2017 മോഡൽ ഹിമാലയനാണ്. നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന്റെ ഓണർഷിപ്പ് 4 4ാമത്തെ ഓണർഷിപ്പാണ് വണ്ടി. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. എഞ്ചിനൊക്കെ പക്കയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ 1 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 1 ലക്ഷം രൂപ ലോണും കിട്ടും. ഈ വണ്ടിക്ക് ലോണും കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ലോണും കിട്ടും. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 2017 മോഡൽ ഹിമാലയ. നമ്മൾ കൊടുക്കണ നമുക്ക് ഏകദേശം മാക്സിമം ലോൺ കിട്ടും. ഏകദേശം ഒരു 30 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. പിന്നെ ഉറപ്പായിട്ട് 70 രൂപ വരെ ലോൺ കിട്ടും. 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഹിമാലയൻ ഹണ്ടർ ആണ്. 2023 മോഡൽ ഹണ്ടർ. അത് വണ്ടി നല്ലതാണ്. ചെറിയൊരു എന്താ വെച്ചാൽ മറിഞ്ഞു വീണതിന്റെ ആക്സിഡന്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അത് നമ്മൾ ഉള്ള കാര്യം പറയണല്ലോ വീഡിയോയിലാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി നമ്മുടെ വണ്ടിയല്ല, പാർക്കാൻസീൽ വണ്ടിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയോണ്ടാണ് വിവരം പറയണത്. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടിയുടെ വില 1,65,000 ആണ് ചോദിക്കുന്ന വില. നമുക്ക് ഏകദേശം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം, കുഴപ്പമില്ല. പിന്നെ കിലോമീറ്റർ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ മീറ്ററിന്റെ ഡിസ്പ്ലേയിലൊക്കെ 1000 ഒക്കെ കാണിക്കണുള്ളൂ. എനിക്കത് വിശ്വാസമല്ല. പിന്നെ അടുത്തത് വരുന്നത് ഇങ്ങനെ സുസുക്കിയുടെ വീസ്റ്റോം എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2022 വണ്ടിയാണ്. നമുക്ക് 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഓഫറാണ്. ഞാൻ 90 ഇതിനു മുമ്പ് എല്ലാ വീഡിയോയിലും പറഞ്ഞിരിക്കണേ. വണ്ടി കുറച്ച് ദിവസമായ വണ്ടി ആയതുകൊണ്ടാണ് 85 ആക്കിയേക്കണേ, ലാഭത്തിനല്ല. പിന്നെ വരുന്നത് 2023 മോഡല് 2021 മോഡല്. നല്ല ക്ലാസിക് ഷോറൂം കണ്ടീഷനുള്ള വണ്ടി. വെറും
19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഷോറൂം കണ്ടീഷൻ വണ്ടി 1,40,000 കൊടുക്കാം. 2021 മോഡൽ ക്ലാസിക് ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കും ABS-ഉം വരുന്ന വണ്ടിയാണ്. അപ്പൊ അതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് കിട്ടും. അടുത്തത് വരുന്നത് 2000 ഇലക്ട്രയാണ്, ഒറിജിനൽ ഇലക്ട്ര. 2017 മോഡൽ ഇലക്ട്രയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണോ. അപ്പൊ അതേപോലെ മൈലേജ് കൂടുതൽ അങ്ങനെ ഉണ്ടോ? ഇലക്ട്രിക് പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല. ഇലക്ട്ര എന്ന് വെച്ചാൽ പണ്ട് പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ബുള്ളറ്റിന്റെ ഇലക്ട്ര. അവരൊക്കെ ആ ഇലക്ട്ര വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആള് ഇതുവരെയായിട്ടും നമുക്ക് പരിചയമുള്ളവരൊന്നും ഇലക്ട്ര വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ വിറ്റ് കണ്ടിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അവർ അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കംപ്ലൈന്റ് ഒന്നും വരില്ല. മൈലേജ് ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ ഇത് 2020 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്. ABS വരുന്ന വണ്ടി. 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 20,000 രൂപ അടച്ച് ലോൺ ആയിട്ട് എടുക്കാം. പുതിയ വണ്ടിയുടെ ലുക്കിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട്. അത് അടുത്ത് 2016 മോഡൽ ക്ലാസിക് ആണ്. 2016 മോഡൽ ക്ലാസിക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഇതിനകത്ത് 16 മോഡൽ 70,000 രൂപ. ഒരു 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം. നിങ്ങൾ 2 ടയർ പുതിയ ടയർ വണ്ടി കണ്ടു കഴിഞ്ഞാൽ 16 പറയത്തില്ല. അതെ. അതേപോലെ തന്നെ 2022 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്. നമുക്ക് ഏകദേശം 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. ഷോറൂം കണ്ടീഷനിലുള്ള ഈ വണ്ടി. അതേപോലെ 2019 സ്റ്റാൻഡേർഡാ. 2019 സ്റ്റാൻഡേർഡാ 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 1,00,000 രൂപയ്ക്ക് ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എടുക്കാം. 10 രൂപയ്ക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ബുള്ളറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 10 രൂപ മുതലുള്ള 10,000 രൂപ അടച്ചാലും ഒരു ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോകാം. ഈ സിബിൽ സ്കോർ ഒരു മിനിമം 700 ഒക്കെ വേണോ? സിബിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ലോൺ എടുക്കുന്നത്. ലോൺ എടുക്കുമ്പോൾ അവർ ഇതിനു മുമ്പുള്ള തിരിച്ചടവ് നോക്കും. ഇതിനു മുമ്പ് വല്ല വണ്ടി സെറ്റിൽമെന്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സ്കോർ ഉണ്ടെങ്കിലേ ഇപ്പൊ ലോൺ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് മെയിൻ പ്രധാനപ്പെട്ട കാര്യം. സിബിൽ സ്കോർ കുറവുള്ളവർക്ക് ഇപ്പൊ ഫിനാൻസ് കമ്പനി നേരത്തെ ലോൺ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് സാധ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കും അത് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള പരാതി കൊണ്ടൊക്കെ എന്തൊക്കെയാണോ. അപ്പൊ അവരതിപ്പോ നിർത്തി വെച്ചുകൊണ്ട് നമുക്ക് സിബിൽ സ്കോർ കുറവുള്ളവർക്കും ലോൺ കിട്ടുമെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഇപ്പോൾ പറ്റുന്നില്ല. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ വന്നാൽ നമ്മുടെ പേരിൽ സ്കോർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും പേരിൽ സ്കോർ ഉണ്ടാവും. നമുക്ക് അവരുടെ പേരിൽ ലോൺ എടുക്കാം. നമുക്കിവിടെ ഫിനാൻസ് ആണെങ്കിൽ 4-5 ഫിനാൻസ് കമ്പനിക്കാര് 4-5 ഫിനാൻസ് കമ്പനിയുടെ സ്റ്റാഫുകൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കിപ്പോ വന്നു കഴിഞ്ഞാൽ ഏകദേശം 5ഓളം ഫിനാൻസിന്റെ സ്റ്റാഫ് തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് 2 ദിവസം നിൽക്കാൻ പറ്റില്ല. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ അത് നമ്മൾ രാവിലെ വരണ്ട. നമുക്ക് ഏകദേശം ഒരു 11 മണിക്കാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു 12 മണിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി ആകുമ്പോഴത്തേക്കും വണ്ടി എടുത്തോണ്ട് പോകാം. എവിടെത്ര ദൂരമുള്ള ആൾക്കാർ. ഷോപ്പ് 11 മണിക്ക് തുറക്കുള്ളൂ. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. അപ്പൊ പലരും പല ദൂരെ നിന്നൊക്കെ വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ടൈം പറയുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഞങ്ങൾ നമ്മുടെ എല്ലാ പേപ്പർ വർക്കും പക്കയായിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി നടത്തി പോകാൻ പറ്റും. പിന്നെ അന്ന് തന്നെ സ്പോർട്ട് ഫിനാൻസ് എന്നാണ് പറയുന്നത്. രാവിലെ തന്നെ വന്നാൽ അന്ന് തന്നെ വണ്ടിയും കൊണ്ട് ഷുവർ ആയിട്ട് പോകാൻ പറ്റും. തലേന്ന് വരുമ്പോ ട്രെയിനോ ബസ്സിനോ വരിക. അതെ. പിന്നെ ട്രെയിനോ അത് നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിയിലുള്ള ഫിനാൻസ് ഉണ്ട്. നമുക്ക് ഒരു രീതിയിൽ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ അന്ന് തന്നെ വണ്ടിയിട്ട് പോകാം. ഡോക്യുമെന്റ്സ് ഒന്നും കൂടെ പറയാം പെട്ടെന്ന്. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഇല്ലാത്തവർക്കാണെങ്കിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് മതിയാവും. പല ജില്ലകളിലും പല ഡിസ്റ്റൻസിലും പല രീതിയിലാണ്. നമ്മൾ ഈ പരിസരത്തെ ജില്ലകളിലെ കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞു വരുന്നത്. കുറെ ദൂരെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് വന്നവർക്ക് കുഴപ്പമില്ല, മലപ്പുറത്ത് നിന്ന് വന്നവർക്ക് കുഴപ്പമില്ല. നമ്മുടെ ഒരു അഭിപ്രായം പറയട്ടെ. ഇപ്പൊ ചില ആൾക്കാർക്ക് സിബിൽ കുറവായിരിക്കുമല്ലോ. അങ്ങനെ സംശയമുള്ളവർക്ക് അവർക്ക് ചേട്ടന്, അവർക്ക് പ്രായപൂർത്തിയായ ചേട്ടന്, അനിയന് 22 വയസ്സ് കഴിഞ്ഞവർക്കാണ് ലോൺ കിട്ടുള്ളൂ. ഇനിയിപ്പോ 22 വയസ്സായില്ല, 18 വയസ്സായാലും 19 വയസ്സായെങ്കിലും കുഴപ്പമില്ല. അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ചേട്ടന്റെ അനിയന്റെ ആധാർ കാർഡും അവരുടെ ഫോട്ടോയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 18 വയസ്സുകാരന് ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എന്താണെങ്കിലും വണ്ടി തന്നു വിടാം. വണ്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരുത്തുന്നു.